നാളെ സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയേറിയ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഫസ്റ്റ് തന്നെ നമ്മൾ വേദികളാണ് നോക്കാം. 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഫ്രാൻസ് ആണ് കേട്ടോ, പഠിച്ചു വെക്കണം. 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഫ്രാൻസ്. 2025 51ാമത് G7 ഉച്ചകോടിക്ക് വേദിയായത് കാനഡ. അപ്പൊ പഠിച്ചു വെച്ചോണം. 51ാമത് 2025 നടന്ന 51ാമത് G7 ഉച്ചകോടിക്ക് വേദിയായത് കാനഡയും 52ാമത് 2026 നടക്കുന്ന 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഫ്രാൻസുമാണ്. അടുത്ത പോയിന്റ്, 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് മിയാമി അമേരിക്കയാണ് കേട്ടോ, പഠിച്ചു വെക്കണം. 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് മിയാമി അമേരിക്ക. 2025 G20 ഉച്ചകോടിക്ക് വേദിയായത് ജോഹന്നാസ്ബർഗ് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ് 2025 G20 ഉച്ചകോടിക്ക് വേദിയായ നഗരം. അപ്പൊ 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് മിയാമി അമേരിക്കയാണ്. അടുത്ത പോയിന്റ്, 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്നത് അങ്കാറ തുർക്കിയാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും, പഠിച്ചു വെക്കണം. 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്നത് അങ്കാറ തുർക്കിയാണ്. ഇനി 2025 നാറ്റോ ഉച്ചകോടി നടന്നത് ഹേഗ് നെതർലൻഡ്സ് ആണ്. നെതർലൻഡ്സിലെ ഹേഗിലാണ് 2025 നാറ്റോ ഉച്ചകോടി നടന്നത്. ഇനി 2026 നാറ്റോ ഉച്ചകോടി നടക്കാൻ പോകുന്നത് അങ്കാറ തുർക്കിയാണ്. 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? അസർബൈജാൻ ആണ് കേട്ടോ. അപ്പൊ 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം അസർബൈജാൻ. 2025 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം ദക്ഷിണ കൊറിയയാണ്, സൗത്ത് കൊറിയയാണ്. 2025 സൗത്ത് കൊറിയയും 2026 അസർബൈജാനുമാണ്. ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളല്ലോ. ഇനി അടുത്ത പോയിന്റ്, 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്, പഠിച്ചു വെക്കണം. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യ. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ബ്രസീലാണ് കേട്ടോ, റിയോ ഡി ജനീറോ ബ്രസീലാണ്. ഇനി 2026 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ ഉച്ചകോടി COP31 വേദിയാകുന്നത് അന്റാലിയ തുർക്കിയാണ്, പഠിച്ചു വെക്കണം. 2026 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ ഉച്ചകോടിയായിട്ടുള്ള COP31 കേട്ടോ, COP31 വേദിയാകുന്നത് അന്റാലിയ തുർക്കിയാണ്. ഇനി COP30 അതായത് 2025 കാലാവസ്ഥ ഉച്ചകോടിയായിട്ടുള്ള COP30ക്ക് വേദിയായത് ബ്രസീലിലെ ബെലേമാണ് കേട്ടോ, പഠിച്ചു വെക്കണം. അടുത്ത ഒരു പോയിന്റിലോട്ട് പോവാം. അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയൊരു മറ്റൊരു ടോപ്പിക്കാണ് നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷം. പരീക്ഷയ്ക്ക് ചോദിക്കാം. 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥികൾ ആരൊക്കെയാണ്? അന്റോണിയോ കോസ്റ്റയും ഉർസുല വോൺ ഡെർ ലെയനും, പഠിച്ചു വെക്കണം. 2026 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥികളായിട്ട് വന്നത് ആരൊക്കെയാണ്? അന്റോണിയോ കോസ്റ്റയും ഉർസുല വോൺ ഡെർ ലെയനും. ഇവരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വന്ന രണ്ട് പ്രമുഖ വ്യക്തികളാണ്. അപ്പൊ ഇവരാരൊക്കെയാണെന്നുള്ളത് പരീക്ഷയ്ക്ക് എടുത്തു വേണം ചോദിക്കാം. അതായത് അന്റോണിയോ കോസ്റ്റ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ്. അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് കേട്ടോ, കോസ്റ്റ കൗൺസിൽ രണ്ടുകൂടെ കണക്ട് ചെയ്തോണെ, കോസ്റ്റ കൗൺസിൽ. അപ്പൊ അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ്. ഇനി ഉർസുല വോൺ ഡെർ ലെയൻ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആണ് കേട്ടോ. ഉർസുല വോൺ ഡെർ ലെയൻ എന്താണ്? യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആണ്. അപ്പൊ പഠിച്ചു വെക്കണം. 2026 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിലെ മുഖ്യ അതിഥികളായിട്ട് വന്ന യൂറോപ്യൻ യൂണിയനിലെ സംഘത്തിലെ ആളുകളാണ് അന്റോണിയോ കോസ്റ്റയും ഉർസുല വോൺ ഡെർ ലെയനും. ഇതിൽ അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റും, കോസ്റ്റ ഫോർ കൗൺസിൽ. അപ്പൊ അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റും ഉർസുല വോൺ ഡെർ ലെയൻ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റുമാണ്. ക്ലിയർ ആണ്? ഇനി അടുത്ത പോയിന്റ്, 2026 റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രധാന പ്രമേയം എന്താണ്? വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ കേട്ടോ, വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏറ്റവും വലിയ അർദ്ധ സൈനിക സേനയായിട്ടുള്ള CRPFന്റെ പുരുഷ വിഭാഗത്തെ നയിക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിലെ രാജ്യത്തെ ആദ്യ വനിതാ ഓഫീസർ ആരാണ്? സിമ്രാൻ ബാലയാണ് കേട്ടോ. അതായത് 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പരേഡിൽ ഏറ്റവും വലിയ
അർദ്ധ സൈനിക സേനയായിട്ടുള്ള CRPFന്റെ പുരുഷ വിഭാഗത്തെ നയിക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിലെ രാജ്യത്തെ തന്നെ ആദ്യത്തെ വനിതാ ഓഫീസർ ആരാണ്? സിമ്രാൻ ബാലയാണ് കേട്ടോ, സിമ്രാൻ ബാലയാണ്. ഈ സിമ്രാൻ ബാല ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലെ നൌഷേര സ്വദേശിയാണ് സിമ്രാൻ ബാല. ഒന്ന് ഓർത്തു വെക്കണം, നാളത്തെ പരീക്ഷയ്ക്ക് ചിലപ്പം ക്വസ്റ്റ്യനിൽ ഒരു ചോദ്യം കാണാം കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സിന്ദൂർ ആണ്. സ്റ്റാർട്ട് ചെയ്തത് മെയ് 7 കേട്ടോ, പഠിച്ചു വെക്കണം. 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇനി ഓപ്പറേഷൻ സിന്ദൂർ നടപടികൾ വിശദീകരിക്കാൻ നിയോഗിച്ച വനിതകൾ ആരൊക്കെയാണ്? കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. പഠിച്ചു വെക്കണം, ഓപ്പറേഷൻ സിന്ദൂർ നടപടികൾ വിശദീകരിക്കാൻ നിയോഗിച്ച വനിതകൾ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ്. ക്ലിയർ ആണേ? ഇനി അടുത്ത പോയിന്റ്. 2025 മാർച്ച് 28 മ്യാൻമറിൽ ഉണ്ടായ വിനാശകരമായ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഈ മ്യാൻമറിന്റെ പഴയ പേരാണ് ബ്രഹ്മ എന്നുള്ളത്. അപ്പൊ കണക്ട് ചെയ്തോണം. മ്യാൻമറിൽ ഉണ്ടായ വിനാശകരമായിട്ടുള്ള ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഇനി അടുത്തത്, ഇറാനിലെയും ഇസ്രായേലിലെയും സംഘർഷ മേഖലകളിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു കേട്ടോ. സിന്ദൂർ അല്ല, സിന്ധു. പഠിച്ചു വെക്കണം. ഇറാനിലെയും ഇസ്രായേലിലെയും സംഘർഷ മേഖലകളിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് നമ്മുടെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ദിത്വ ചുഴലിക്കാറ്റ് ആഘാതം ഏൽപ്പിച്ച ശ്രീലങ്കയ്ക്ക് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ സാഗർ ബന്ധുവാണ്. നമ്മുടെ ഒരു സത്യം പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു സാഗർ എന്താണ്? സാഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രം എന്നല്ലേ? നമ്മുടെ ഒരു സമുദ്രത്തിലുള്ള ഒരു ബന്ധുവല്ലേ, അയൽരാജ്യമല്ലേ ശ്രീലങ്ക എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു ബന്ധുവാണെന്ന് വിളിച്ചത് സമുദ്രത്തിലുള്ള, അതാണ് സാഗർ ബന്ധു. അപ്പൊ കണക്ട് ചെയ്തോണം. ദിത്വ ചുഴലിക്കാറ്റ് അടുത്തിടെ ദിത്വ ചുഴലിക്കാറ്റ് ആഘാതം ഏൽപ്പിച്ച ശ്രീലങ്കയ്ക്ക് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ദൗത്യമാണ് എന്താണ്? ഓപ്പറേഷൻ സാഗർ ബന്ധു. ക്ലിയർ ആണേ? അടുത്ത പോയിന്റ്. 2027 നടക്കുന്ന സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? സുദർശൻ പട്നായിക് ആണ് കേട്ടോ. ഇദ്ദേഹം ഒരു സാൻഡ് ആർട്ടിസ്റ്റ് ആണ്. പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാം. എന്താണ്? 2027 നടക്കുന്ന സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? സുദർശൻ പട്നായിക് ആണ്. ഇദ്ദേഹം പ്രശസ്ത സാൻഡ് ആർട്ടിസ്റ്റ് ആണ്. ഇനി നമ്മുടെ നിലവിലെ സെൻസസ് കമ്മീഷണർ ആരാന്നും പരീക്ഷയ്ക്ക് ചോദിക്കാം. മൃത്യുഞ്ജയ് നാരായണനാണ് കേട്ടോ. മൃത്യുഞ്ജയ് നാരായണനാണ് നിലവിലെ സെൻസസ് കമ്മീഷണർ. അതുപോലെ തന്നെ 2027 നടക്കുന്ന ഡിജിറ്റൽ സെൻസസ് അല്ലേ, സെൻസസിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് പ്രഗതി വികാസ് എന്ന് പറഞ്ഞ 2 മസ്കോട്ടുകളാണ് കേട്ടോ. ഭാഗ്യ ചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? സെൻസസിന്റെ പ്രഗതി വികാസുമാണ്. ഇനി അടുത്ത പോയിന്റ്. സുപ്രീം കോടതിയുടെ പുതിയ പതാക ഡിസൈൻ ചെയ്തത് ഏത് സ്ഥാപനമാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ് സുപ്രീം കോടതിയുടെ പുതിയ പതാക ഡിസൈൻ ചെയ്തത്. ഡിജിറ്റൽ തട്ടിപ്പുകൾ തടയുന്നതിനായി CBI പുറത്തിറക്കിയ AI ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? അഫൈ എന്നാണ് പേര് കേട്ടോ, അഫൈ. അടുത്ത പോയിന്റ് നോക്കാം. നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നോക്കാം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപിള്ളയാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? KG ശങ്കരപിള്ള. 2025 വയലാർ പുരസ്കാര ജേതാവ് E സന്തോഷ് കുമാറാണ്. കൃതി ഏതാണ്? തപോമയുടെ അച്ഛൻ. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവാരാണ്? EP രാജഗോപാലനാണ്. ഇദ്ദേഹം സാഹിത്യ വിമർശകനാണ്. ഓടക്കുഴൽ പുരസ്കാരം എന്താണ്? സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ലഭിക്കാനിടയായിട്ടുള്ള കൃതി ഏതാണ്? ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് പുരസ്കാരം. അപ്പോൾ പഠിച്ചു വെക്കണം. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലനാണ്. ഇദ്ദേഹത്തിന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി അടുത്ത പോയിന്റ്. 2026 ഹരിവരാസന പുരസ്കാര ജേതാവ് നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ ആണ് കേട്ടോ. അപ്പൊ 2026 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ ആണ്. ഇനി 2025 ഹരിവരാസന പുരസ്കാരം ചോദിക്കുവാണെങ്കിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. അടുത്ത പോയിന്റ്. 2026 പത്മപ്രഭ പുരസ്കാര ജേതാവ് R രാജശ്രീയാണ് കേട്ടോ. നോവലിസ്റ്റ് ആയിട്ടുള്ള R രാജശ്രീയാണ് പത്മപ്രഭ പുരസ്കാര ജേതാവ് 2026. അടുത്ത പോയിന്റ്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് മേതിൽ രാധാകൃഷ്ണനാണ്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് മേതിൽ രാധാകൃഷ്ണനാണ്. അടുത്ത പോയിന്റ്.
മാതൃഭൂമി ഗ്രൂപ്പ് നൽകുന്ന ബുക്ക് ഓഫ് ദ ഇയർ 2026 പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരിയായിട്ടുള്ള അരുന്ധതി റോയ്ക്കാണ് ലഭിച്ചത്. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രൊഫ വർമ്മ. 2025 ONV യുവകവി പുരസ്കാര ജേതാവ് ആർക്കാണ്? അമൃത ദിനേശിനാണ് കേട്ടോ. അപ്പൊ തെറ്റിപ്പോലെ 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രൊഫ വർമ്മയ്ക്കും 2025 ONV യുവകവി പുരസ്കാര ജേതാവ് അമൃത ദിനേശുമാണ്. ഇനി അടുത്ത പോയിന്റ്, മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? അരുന്ധതി റോയ്ക്കാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാമേ. അപ്പോൾ മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാര ജേതാവ് അരുന്ധതി റോയാണ്. അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം പറയേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെലഗ്രാമിലാണ്. അപ്പോൾ ആ ഒരു ബാച്ചിൽ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ലൈവ് ക്ലാസ് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതാണ് ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ് ആണ്. നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന കറണ്ട് അഫയേഴ്സ് നോട്ടിൻ്റെ എല്ലാ PDF നോട്ട്സുകൾ ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, പിന്നെ റിവിഷൻ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പം എന്താണ് ടോപ്പിക് വൈസ് ആയിട്ടും അതോടൊപ്പം തന്നെ റിവിഷൻ ചെയ്താണ് കറണ്ട് അഫയേഴ്സ് പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാറുണ്ട്. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും, അതായത് നമ്മുടെ VFA പരീക്ഷയിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആ പരീക്ഷ വരെയായിരിക്കും ഈ ഒരു ബാച്ചിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അതിനു മുമ്പ് നടക്കുന്ന എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു പരീക്ഷകൾക്കും വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇനി മുമ്പോട്ടുള്ള LDC 2027 പരീക്ഷയ്ക്കും ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്തു പോകുന്നതുകൊണ്ട് ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഭാവിയിലായാലും ഉപകാരപ്രദമാവുന്നതാണ്. അപ്പോൾ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇനി വരുന്ന പരീക്ഷകൾക്ക് 10ഉം 20ഉം മാർക്കുകളാണ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ചോദിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതാണ് ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ക്ലിയർ ആണ്? അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്ത പോയിന്റ് നമ്മളിത് പറഞ്ഞാണ്. അടുത്ത പോയിന്റ്, ബ്രിട്ടീഷ് അക്കാദമി അവാർഡ്സ് പുരസ്കാരം കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യൻ ചിത്രം ഏതാണ്? ബൂങ് എന്ന് പറഞ്ഞ മണിപ്പൂരി ചിത്രമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. 2026 ബ്രിട്ടീഷ് അക്കാദമി അവാർഡ്സ് അഥവാ ബാഫ്ത പുരസ്കാരം കേട്ടോ. ബാഫ്ത പുരസ്കാരം 2026 സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ ചിത്രം ഏതാണ്? ബൂങ് എന്ന് പറഞ്ഞ മണിപ്പൂരി ചിത്രമാണ്. ഈ ബൂങ് എന്ന് പറഞ്ഞ മണിപ്പൂരി ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ലക്ഷ്മിപ്രിയ ദേവിയാണ് കേട്ടോ. ലക്ഷ്മിപ്രിയ ദേവിയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ 2026 ബാഫ്ത പുരസ്കാരം അഥവാ ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിലെ ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ഫിലിം വിഭാഗത്തിലാണ് ബൂങ് എന്ന് പറഞ്ഞ മണിപ്പൂരി ചിത്രത്തിന് പുരസ്കാരം ലഭിച്ചത്. സംവിധാനം ചെയ്തിരിക്കുന്ന ആരാണ്? ലക്ഷ്മിപ്രിയ ദേവിയാണ്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടാണ് പഞ്ചം എന്ന് പറഞ്ഞ ചാറ്റ് ബോട്ട് കേട്ടോ. അപ്പൊ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടാണ് പഞ്ചം. പഞ്ചമിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് ആൻഡ് മെസ്സേജിംഗ് ചാറ്റ് ബോട്ട് എന്നാണ്. ഇനി അടുത്ത പോയിന്റ്, 18 വർഷത്തെ ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ച കൂട്ടായ്മ യൂറോപ്യൻ യൂണിയനാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. 18 വർഷത്തെ ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ച കൂട്ടായ്മ ഏതാണ്? യൂറോപ്യൻ യൂണിയനാണ്. 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഇടം നേടിയ പുതിയ കായിക ഇനം ക്രിക്കറ്റ് ആണ് കേട്ടോ. പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും. 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഇടം നേടിയ പുതിയ കായിക ഇനം ക്രിക്കറ്റ് ആണ്. രാജ്യത്ത് ആദ്യമായി നദിക്ക് അടിയിലൂടെ തുരങ്കപാത നിർമ്മിക്കുന്നത് ഏത് നദിക്കടിയിലാണ്? ബ്രഹ്മപുത്ര നദിക്കടിയിലൂടെയാണ് തുരങ്കപാത നിർമ്മിക്കുന്നത്. അടുത്ത പോയിന്റ്, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ദൗത്യമായ ഗഗൻയാൻ നിരീക്ഷിക്കുന്നതിനായി ISRO താൽക്കാലികമായ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കൊക്കോസ് ദ്വീപുകൾ, ഓസ്ട്രേലിയയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെക്കണം. എന്താണ്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ ദൗത്യമായ ഗഗൻയാൻ നിരീക്ഷിക്കുന്നതിനായി ISRO താൽക്കാലികമായ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കൊക്കോസ് ദ്വീപുകൾ, ഓസ്ട്രേലിയയിലാണ്. ഇനി അടുത്ത പോയിന്റ്, ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി ബഹിരാകാശ യാത്രികരുടെ സുരക്ഷയും ശാരീരിക മാനസിക ക്ഷമതയും വിലയിരുത്തുന്നതിനായി ISRO ലഡാക്കിലെ ലേയിൽ ആരംഭിച്ച ഇന്ത്യയുടെ അനലോഗ് ദൗത്യമാണ് മിഷൻ മിത്ര. ചോദിക്കും. എന്താണ്? ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി
ബഹിരാകാശ യാത്രികരുടെ സുരക്ഷയും ശാരീരിക മാനസിക ക്ഷമതയും വിലയിരുത്തുന്നതിനായി ISRO ലഡാക്കിലെ ലേയിൽ ആരംഭിച്ച ഇന്ത്യയുടെ അനലോഗ് ദൗത്യമാണ് മിഷൻ മിത്ര എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ രാജ്യങ്ങളുമായുള്ള സമുദ്ര പങ്കാളിത്തം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേന ആവിഷ്കരിച്ച പരിശീലന ദൗത്യമാണ് ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് സാഗർ കേട്ടോ. ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് സാഗർ എന്ന പരിശീലന ദൗത്യം. അടുത്ത പോയിന്റിലോട്ട് പോവാം. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആസാമാണ് കേട്ടോ. പഠിച്ചു വെക്കണം. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അസമാണ്. അടുത്ത പോയിന്റ്, 12,000 വർഷത്തിനു ശേഷം കിഴക്കേ ആഫ്രിക്കയിലെ രാജ്യമായ എത്യോപ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് ഹെയ്ലി ഹബ്ബി കേട്ടോ. അപ്പോൾ 12,000 വർഷത്തിനു ശേഷം കിഴക്കേ ആഫ്രിക്കയിലെ രാജ്യമായ എത്യോപ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? ഹെയ്ലി ഹബ്ബിയാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ദിവസങ്ങളും അവയുടെ പ്രമേയങ്ങളും ഒന്ന് നോക്കിപ്പോ. ഫസ്റ്റ് തന്നെ ദേശീയ സമ്മതിദായക ദിനം, വോട്ടേഴ്സ് ഡേ, നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. ദേശീയ സമ്മതിദായക ദിനം എന്നാണ് ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം. 2026 പ്രമേയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്ത്യ എൻ്റെ വോട്ട് കേട്ടോ. മൈ ഇന്ത്യ മൈ വോട്ട്. അപ്പോൾ പഠിച്ചു വെക്കണം. ദേശീയ സമ്മതിദായക ദിനത്തിന്റെ 2026 പ്രമേയം എൻ്റെ ഇന്ത്യ എൻ്റെ വോട്ട്. ഇനി 2025 പ്രമേയം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നത് പോലെ മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. അതായത് നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുഗർ എന്നാണ്. പഠിച്ചു വെക്കണേ. ഇപ്പൊ 2026 റീസെന്റ് ആയിട്ട് നടന്ന പ്രമേയം എന്താണ്? എൻ്റെ ഇന്ത്യ എൻ്റെ വോട്ട് എന്നാണ്. മൈ ഇന്ത്യ മൈ വോട്ട്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ദിവസമാണ്, സ്ഥിരമായിട്ട് PSC പരീക്ഷകൾ ചോദിക്കുന്ന ഒരു ദിവസമാണ് ലോക തണ്ണീർത്തട ദിനം കേട്ടോ. നോക്കാം. ലോക തണ്ണീർത്തട ദിനം എന്നാണ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനത്തിന്റെ 2026 പ്രമേയമാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്. അതായത് തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കൽ. പഠിച്ചു വെക്കണം. ലോക തണ്ണീർത്തട ദിനത്തിന്റെ 2026 പ്രമേയമാണ് തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കൽ. ഇനി 2025 പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. അതായത് നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. 2025 ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതൽ. പഠിച്ചു നോക്കണം. 2025 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ്? നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. ഇനി 2024 പ്രമേയോടെ അറിഞ്ഞു വെക്കണം. 2024 പ്രമേയം വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് ആണ്. അതായത് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവുമാണ് 2024 പ്രമേയമായിട്ട് വരുന്നത്. നാളത്തെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ലോക തണ്ണീർത്തട ദിനവുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയങ്ങൾ കേട്ടോ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ദിനമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. 2026 പ്രമേയം എന്ന് പറഞ്ഞാൽ റൈറ്റ്സ് ജസ്റ്റിസ് ആക്ഷൻ ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ്. അതായത് ഗീവ് ടു ഗെയിൻ എന്നാണ് പറയുന്നത്. അതായത് എല്ലാ സ്ത്രീകളും പെൺകുട്ടികൾക്കും വേണ്ടിയുള്ള അവകാശം നീതി നടപടിയാണ് കേട്ടോ. അപ്പൊ 2026 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? എല്ലാ സ്ത്രീകളും പെൺകുട്ടികൾക്കും വേണ്ടിയുള്ള അവകാശം നീതി നടപടി എന്നാണ്. ഇനി 2025 പ്രമേയം എന്ന് പറഞ്ഞാൽ ആക്സലറേറ്റ് ആക്ഷൻ എന്നാണ്. അതായത് പ്രവർത്തനം ത്വരിതപ്പെടുത്തുക എന്നതാണ്. ഇനി അടുത്ത ലോകാരോഗ്യ ദിനമാണ്. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ലോകാരോഗ്യ ദിനത്തിന്റെ 2026 പ്രമേയം എന്ന് പറഞ്ഞാൽ ടുഗദർ ഫോർ ഹെൽത്ത് സ്റ്റാൻഡ് വിത്ത് സയൻസ്. അതായത് ആരോഗ്യത്തിനായി ഒന്നിക്കൂ, ശാസ്ത്രത്തിനോടൊപ്പം അണിനിരക്കൂ. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനത്തിന്റെ 2026 പ്രമേയമാണ് ആരോഗ്യത്തിനായി ഒന്നിക്കൂ, ശാസ്ത്രത്തോടൊപ്പം അണിനിരക്കൂ. ഇനി 2025 പ്രമേയം എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. അതായത് ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവി എന്നതാണ് 2025 പ്രമേയം. ഇനി 2024 പ്രമേയം ഇവിടെ നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം. മൈ ഹെൽത്ത് മൈ റൈറ്റ്. അതായത് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് 2024 പ്രമേയം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ദിവസമാണ് ലോക പരിസ്ഥിതി ദിനം. എന്നാണ് ലോക പരിസ്ഥിതി ദിനം? ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. അപ്പൊ ലോക പരിസ്ഥിതി ദിനത്തിന്റെ 2026 പ്രമേയം എന്ന് പറഞ്ഞാൽ ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ കൾച്ചർ ഫോർ അവർ ഫ്യൂച്ചർ. റീസെന്റ് ആയിട്ട് നടന്നെയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കുറവാണ്, എന്നാലും അറിഞ്ഞു വെക്കണം. 2026 പ്രമേയമാണ്. അതായത് മലയാളത്തിൽ പറയുവാണെങ്കിൽ പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി കേട്ടോ. ഇനി 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ വേദി എവിടെയാണെന്ന് സ്ഥിരമായിട്ട്
സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ബാക്കു അസർബൈജാനാണ് കേട്ടോ. അസർബൈജാനിലെ ബാക്കുവിലാണ് 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ വേദി. ഇനി 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ് കേട്ടോ. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ്. ഇനി 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ജെജു, ദക്ഷിണ കൊറിയയാണ് കേട്ടോ. സൗത്ത് കൊറിയയിലെ ജെജു ആണ് കേട്ടോ. ഇനി ചോദിക്കാം, അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ 2026 പ്രമേയം എന്ന് പറഞ്ഞാൽ യോഗ ഫോർ വെൽനസ്, വിസ്ഡം ആൻഡ് വേൾഡ് പീസ്. അതായത് ആരോഗ്യത്തിനും ജ്ഞാനത്തിനും ലോക സമാധാനത്തിനും യോഗ എന്നതാണ് 2026 പ്രമേയം. വേദി എവിടെയാണ്? കൊൽക്കത്തയാണ് വേദിയായിട്ടുള്ളത്. ഇനി 2025 പ്രമേയം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് കേട്ടോ. അപ്പൊ 2025 പ്രമേയം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. 2025 വേദി എവിടെയാണ്? വിശാഖപട്ടണമാണ് കേട്ടോ. വിശാഖപട്ടണമാണ്. ഇനി 2024 പ്രമേയം എന്താണ്? യോഗ ഫോർ വുമൺ എംപവർമെന്റ് ആണ്. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. അതായത് സ്ത്രീ ശാക്തീകരണത്തിന് യോഗ, അവനവനും സമൂഹത്തിനും വേണ്ടിയാണ് യോഗ എന്നതാണ് കേട്ടോ. ഇനി 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ശ്രീനഗറാണ് കേട്ടോ. ശ്രീനഗർ, ജമ്മു ആൻഡ് കാശ്മീരിലെ ശ്രീനഗറാണ്. ഇനി നമുക്ക് മറ്റൊരു പോയിന്റിലോട്ട് പോവാം. 18 വയസ്സിൽ താഴെയുള്ളവർക്കായുള്ള കേരള സർക്കാരിന്റെ സൗജന്യ ഹൃദ്രോഗ ചികിത്സാ പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി കേട്ടോ. 18 വയസ്സിൽ താഴെയുള്ളവർക്കുള്ള കേരള സർക്കാരിന്റെ സൗജന്യ ഹൃദ്രോഗ പദ്ധതിയാണ്, ചികിത്സാ പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ട സംരംഭം ഏതാണ്? അമ്മ മനസ്സാണ് കേട്ടോ. പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ എന്താണ്? കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ട സംരംഭം ഏതാണ്? അമ്മ മനസ്സാണ്. ഇനി പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി പദ്ധതി കേട്ടോ. അപ്പോൾ പ്രമേഹമാണ്, ഷുഗർ അല്ലേ, ഷുഗർ കുട്ടികളും മിഠായിയുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ഈ മിഠായി പദ്ധതി സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു പദ്ധതിയാണ്, പഠിച്ചു വെക്കണം. എന്താണ്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി പദ്ധതി. അടുത്ത പോയിന്റ്, രാജ്യത്ത് ആദ്യമായി സർക്കാർ മേഖലയിൽ ജില്ലാതല ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയാണ്. പഠിച്ചു വെക്കണം. രാജ്യത്ത് ആദ്യമായി സർക്കാർ മേഖലയിലെ ജില്ലാതല ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയത് ഏത് ആശുപത്രിയാണ്? തിരുവനന്തപുരം ജനറൽ ആശുപത്രിയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. പഠിച്ചു നോക്കണം. സ്കിൻ ബാങ്ക് ആണ്. സംസ്ഥാനത്തെ ആദ്യ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. രാജ്യത്ത് 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജാണ്. 1 മാർക്ക് പ്രതീക്ഷിക്കാം. നാളെ ചോദ്യം ചോദിക്കാൻ 99% ചാൻസ് ഉള്ള ചോദ്യമാണ്. പഠിച്ചു വെക്കണം. എന്താണ്? രാജ്യത്ത് 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയത്ത് മാറ്റിവെച്ച ആദ്യ ആശുപത്രി ഏതാണ്? കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഇനി അടുത്ത പോയിന്റിലോട്ട് പോവാം. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം നേടിയ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ്. ഇനി നമ്മുടെ റീസെന്റ് ആയിട്ട് ഇപ്പോൾ പോപ്പുലർ ആയിട്ടിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാനാണ്. ചിലപ്പോൾ ഒരു ചോദ്യം പോലീസിന്റെ എക്സാം ആയതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കണം. ഓപ്പറേഷൻ തൂഫാൻ എന്താണ്? സംഘടിത മയക്കുമരുന്ന് ശൃംഖലകൾ തകർക്കുന്നതിനും കൃത്രിമ മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനും യുവാക്കളെ സംരക്ഷിക്കുന്നതിനുമായി കേരള പോലീസ് ആരംഭിച്ച സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന ഒരു ശക്തമായ മയക്കുമരുന്ന് വിരുദ്ധ എൻഫോഴ്സ്മെന്റ് ഡ്രൈവാണ് ഓപ്പറേഷൻ തൂഫാൻ. അതായത് മയക്കുമരുന്നും കൃത്രിമ മയക്കുമരുന്നും ഒക്കെ തടയാൻ വേണ്ടിയും അത് പിടിച്ചെടുക്കാൻ വേണ്ടിയും ഒക്കെയുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് കേട്ടോ. അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഓപ്പറേഷൻ തൂഫാനെ കുറിച്ച് പറയുമ്പോൾ ഇനി നമ്മൾ കേരള മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരെ കൂടെ ഒന്ന് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. നിലവിലെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? രമേശ് ചെന്നിത്തലയാണ് കേട്ടോ. നിലവിലെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? രമേശ് ചെന്നിത്തലയാണ് കേട്ടോ. രമേശ് ചെന്നിത്തലയുടെ നിയമസഭാ മണ്ഡലം എവിടെയാണ്? ഹരിപ്പാടാണ് കേട്ടോ. ഹരിപ്പാട്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ നിലവിലെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? VD സതീശനാണ് നിലവിലെ കേരളത്തിലെ മുഖ്യമന്ത്രി. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? ധനകാര്യ വകുപ്പ്, തുറമുഖ വകുപ്പ്, നിയമ വകുപ്പ്, പിന്നെന്താണ്? പൊതുഭരണം. അതോടൊപ്പം തന്നെ ഇതാണ് അദ്ദേഹം വയോജനക്ഷേമ വകുപ്പോടെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ കൈകാര്യം ചെയ്യുന്നുണ്ട്.
ഇനി അടുത്ത ആളെ നോക്കാം. നിലവിലെ വ്യവസായ IT AI വകുപ്പ് മന്ത്രി ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. നിലവിലെ വ്യവസായ വകുപ്പ്, IT വകുപ്പ്, അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ AI വകുപ്പ് മന്ത്രി കൂടിയാണ് നമ്മുടെ PK കുഞ്ഞാലിക്കുട്ടി കേട്ടോ. PK കുഞ്ഞാലിക്കുട്ടിയുടെ നിയമസഭാ മണ്ഡലം മലപ്പുറം നിയമസഭാ മണ്ഡലമാണ് കേട്ടോ. നിലവിലെ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ്? K മുരളീധരനാണ് കേട്ടോ. നിലവിലെ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരനാണ്. വട്ടിയൂർക്കാവാണ് നിയമസഭാ വകുപ്പ് മണ്ഡലം കേട്ടോ. ഇനി അടുത്ത നോക്കാം. നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? മോൻസ് ജോസഫാണ്. നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫാണ്. മോൻസ് ജോസഫിന്റെ നിയമസഭാ മണ്ഡലം എന്ന് പറഞ്ഞത് കടുത്തുരുത്തിയാണ് കേട്ടോ. കടുത്തുരുത്തിയാണ്. ഇനി അടുത്തത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസിയാണ് കേട്ടോ. KA തുളസിയാണ്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? KA തുളസിയാണ്. നിയമസഭാ മണ്ഡലം കോങ്ങാടാണ് കേട്ടോ. ഇനി ഭക്ഷ്യം പൊതുവിതരണ വകുപ്പ് മന്ത്രി ആരാണ്? അനൂപ് ജേക്കബ് ആണ് കേട്ടോ. ഭക്ഷ്യം പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. നിയമസഭാ മണ്ഡലം എവിടെയാണ്? പിറവമാണ് കേട്ടോ. ഇനി റവന്യൂ വകുപ്പ് മന്ത്രി, നിലവിലെ കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? AP അനിൽകുമാറാണ്. നിലവിലെ കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാറാണ്. നിയമസഭാ മണ്ഡലം വണ്ടൂരാണ്. നിലവിലെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീനാണ് കേട്ടോ. അപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? N ഷംസുദ്ദീനാണ്. നിയമസഭാ മണ്ഡലം വരുന്നത് മണ്ണാർക്കാടാണ്. നിലവിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? റോജി M ജോൺ ആണ് കേട്ടോ. റോജി M ജോൺ ആണ്. നിയമസഭാ മണ്ഡലം അങ്കമാലിയാണ്. നിലവിലെ കേരളത്തിലെ ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിശ്വനാഥാണ്. നിയമസഭാ മണ്ഡലം കുണ്ടറയാണ് കേട്ടോ. അപ്പൊ ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? PC വിശ്വനാഥാണ്. ഇനി വനിതാ ശിശു വികസനം തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയാണ്. നിയമസഭാ മണ്ഡലം കൊല്ലമാണ് കേട്ടോ. വനിതാ ശിശു വികസന വകുപ്പും തൊഴിൽ വകുപ്പ് മന്ത്രിയുമാണ് ബിന്ദു കൃഷ്ണ. സഹകരണം എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജു ആണ് കേട്ടോ. സഹകരണം എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജു. നിയമസഭാ മണ്ഡലം കായംകുളമാണ് കേട്ടോ. ഇനി നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? CP ജോൺ ആണ് കേട്ടോ. നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ആണ്. ഈ CP ജോണിന്റെ നിയമസഭാ മണ്ഡലം തിരുവനന്തപുരമാണ്. ഇനി നിലവിലെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? OJ ജനീഷ് ആണ്. നിലവിലെ കായിക വകുപ്പ് യുവജനകാര്യ വകുപ്പ് മന്ത്രിയൊക്കെയാണ് OJ ജനീഷ്. OJ ജനീഷിന്റെ നിയമസഭാ മണ്ഡലം കൊടുങ്ങല്ലൂരാണ് കേട്ടോ. ഇനി നിലവിലെ വൈദ്യുത വകുപ്പ് മന്ത്രി ആരാണ്? സണ്ണി ജോസഫ് ആണ് കേട്ടോ. സണ്ണി ജോസഫ് പേരാവൂരാണ് നിയമസഭാ മണ്ഡലം. അപ്പൊ നിലവിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയൊക്കെയാണ് സണ്ണി ജോസഫ്. ഇനി നിലവിലെ വനം വകുപ്പ് മന്ത്രി ആരാണ്? ഷിബു ബേബി ജോൺ ആണ് കേട്ടോ. നിലവിലെ വനം വകുപ്പ് മന്ത്രി ആരാണ്? ഷിബു ബേബി ജോൺ ആണ്. ഷിബു ബേബി ജോണിന്റെ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ചവറയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരാളോടുണ്ട്, അതായത് നിലവിലെ കൃഷി വകുപ്പ് മന്ത്രി. നിലവിലെ കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? T സിദ്ദിഖാണ് കേട്ടോ. നിലവിലെ കൃഷി വകുപ്പ് മന്ത്രി T സിദ്ദിഖാണ്. T സിദ്ദിഖിന്റെ നിയമസഭാ മണ്ഡലം കൽപ്പറ്റയാണ്. നമ്മൾ ടൈപ്പ് ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പൊ അതോടെ അറിഞ്ഞിരിക്കണം. കൃഷി വകുപ്പ് മന്ത്രി T സിദ്ദിഖ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, 16ാം നിയമസഭയുടെ സ്പീക്കർ ആരാണ്? 16ാം കേരള നിയമസഭയുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം കോട്ടയമാണ് കേട്ടോ. പഠിച്ചു വെക്കണം. 16ാം നിയമസഭയുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. 16ാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഷാനിമോൾ ഉസ്മാൻ ആണ് കേട്ടോ. 16ാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. നിയമസഭാ മണ്ഡലം എവിടെയാണ്? അരൂരാണ് കേട്ടോ. ഇനി അടുത്തത് 16ാം നിയമസഭയുടെ കേരള നിയമസഭയുടെ ചീഫ് വിപ്പ് ആരാണ്? കേരളത്തിലെ അപ്പു ജോൺ ജോസഫ് ആണ് കേട്ടോ. അപ്പൊ ചീഫ് വിപ്പ് ആരാണ്? അപ്പു ജോൺ ജോസഫ് ആണ്. നിയമസഭാ മണ്ഡലം തൊടുപുഴയാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഇനി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാം. നിയമസഭാ ലോകസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘനങ്ങളും സാമ്പത്തിക ദുരുപയോഗവും തടയുന്നതിനായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷനാണ് C-വിജിൽ കേട്ടോ. സിറ്റിസൺസ് വിജിൽ എന്നാണ് ഫുൾ ഫോം കേട്ടോ. അപ്പൊ C-വിജിൽ ആണ് കേട്ടോ. തെരഞ്ഞെടുപ്പ് ലംഘനവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് C-വിജിൽ. ഇനി അടുത്തത് 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചീഫ് ഇലക്ടറൽ ഓഫീസർ പുറത്തിറക്കിയ നൂതന ഡിജിറ്റൽ സംവിധാനമാണ് ഇ-വിദ്യ എന്ന് പറഞ്ഞത്. ഇ-വിദ്യ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് കേട്ടോ. ഇ-വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോകുന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ എന്താണ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലാണ് ഇ-വിദ്യ പോർട്ടൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇനി അടുത്ത പോയിന്റ്, ഭിന്നശേഷിക്കാരുടെ വോട്ട് ഉറപ്പാക്കാനുള്ള ബോധവൽക്കരണത്തിനായി ഇതാദ്യമായി ഭിന്നശേഷിക്കാരായ ഉദ്യോഗസ്ഥർ തന്നെ രംഗത്തിറങ്ങുന്ന കോട്ടയം ജില്ലയിലെ പാലാ നിയമസഭാ മണ്ഡലത്തിൽ തുടക്കം കുറിച്ച മാതൃകാപരമായിട്ടുള്ള ക്യാമ്പയിനാണ് സമ്മതി എന്ന് പറഞ്ഞ ക്യാമ്പയിൻ കേട്ടോ.
ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ക്യാമ്പയിനാണ് സമ്മതി എന്ന് പറഞ്ഞ ക്യാമ്പയിൻ. അപ്പോൾ പാലാ നിയമസഭ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വന്നത്? പാലാ നഗരസഭ ഓർമ്മ വന്നില്ലേ? അപ്പോൾ പഠിച്ചു വെക്കണം. രാജ്യത്തെ ആദ്യത്തെ പ്രായം കുറഞ്ഞ വനിതാ നഗരസഭാ ചെയർപേഴ്സൺ ആണ് ദിയ ബിനു പുളിക്കക്കണ്ടം. ഈ ദിയ ബിനു പുളിക്കക്കണ്ടം പാലാ നഗരസഭയുടെ ചെയർപേഴ്സൺ ആണ്. പറഞ്ഞിരുന്നാൽ മതി കേട്ടോ. അടുത്ത പോയിട്ട് നോക്കാം. യുവാക്കൾക്കിടയിൽ വോട്ടിങ്ങിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പുതിയ ക്യാമ്പയിനാണ് എൻ്റെ വോട്ട് എൻ്റെ ശക്തി കേട്ടോ. എൻ്റെ വോട്ട് എൻ്റെ ശക്തി. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലം ഏതാണ്? കൊടുവള്ളി മണ്ഡലമാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. ഇനി പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ബൂത്തിൽ വോട്ടർമാരെ സ്വീകരിക്കാനും വഴികാട്ടാനും ഉപയോഗിച്ച റോബോട്ടിന്റെ പേരെന്താണ്? നീല എന്ന് പറഞ്ഞ പേര് കേട്ടോ. നില എന്നാണ് പേര്. ഇനി 2026 നടന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ആകെ വോട്ടിംഗ് ശതമാനം എത്രയാണ്? 79.63% കേട്ടോ. അപ്പോൾ സംസ്ഥാനത്ത് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം എത്രയായിരുന്നു? 79.63% വന്നത് കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ആരാണെന്ന് ചോദിക്കാം. ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. മലപ്പുറം മണ്ഡലത്തിൽ നിന്നാണ് കേട്ടോ. പരീക്ഷ ചോദിക്കാം. ഈ അടുത്തിടെ നടന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനാർത്ഥി ആരാണ്? PK കുഞ്ഞാലിക്കുട്ടി. നിയമസഭാ മണ്ഡലം മലപ്പുറമാണ് കേട്ടോ. ക്ലിയർ ആണ്. ഇനി ഏറ്റവും കൂടുതൽ വോട്ടുകൾ വന്നിട്ടുള്ള ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയും ഏറ്റവും കുറവ് ആളുകൾ വോട്ട് ചെയ്ത ജില്ല പത്തനംതിട്ട ജില്ലയുമാണ്. ക്ലിയർ ആണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളോട് ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മുടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആരാണ്? സി ജോസഫ് വിജയ് ആണ് തമിഴ്നാട്ടിലെ പുതിയ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. അതുപോലെ തന്നെ പുതുച്ചേരിയിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? എൻ രംഗസ്വാമി. അസമിന്റെ മുഖ്യമന്ത്രി ആരാണ്? ഹിമന്ത് ബിശ്വ ശർമ്മ. പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി ആരാണ്? സുവേന്ദു അധികാരിയാണ്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ്. കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? DK ശിവകുമാർ. അതോടൊപ്പം തന്നെ നമ്മുടെ മണിപ്പൂരിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? പ്രേംചന്ദ് ഗഡ്ഡു ആണ് കേട്ടോ. ഗേംചന്ദ് സിംഗ് ആണ് കേട്ടോ. ഗേംചന്ദ് സിംഗ് ആണ്. ക്ലിയർ ആണേ. അടുത്ത പോയിന്റിലോട്ട് പോവാം. ഇനി ഗ്രാമീണ മേഖലയിലെ തൊഴിലവസരങ്ങളും ഉപജീവന മാർഗങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വികസിത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ അഥവാ VBG റാംജി പദ്ധതി രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്? 2026 ജൂലൈ 1 കേട്ടോ. 2026 ജൂലൈ 1 നമ്മുടെ VBG റാംജി പദ്ധതി നമ്മുടെ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. VBG റാംജി പദ്ധതിയുടെ എന്താണ്? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായിട്ട് വന്നൊരു പദ്ധതിയാണ് VBG റാംജി പദ്ധതി. ഈ പദ്ധതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തൊഴിൽ ദിനങ്ങൾ 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണ്? തൊഴിൽ ദിനങ്ങൾ 100 ദിവസത്തിൽ നിന്ന് 120 ദിവസമായിട്ട് VBG റാംജി പദ്ധതിയിൽ മാറ്റിയിട്ടുണ്ട് പ്രതിവർഷം കേട്ടോ. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന വിഹിതം 60:40 ആക്കിയിട്ടുണ്ട്. നേരത്തെ 90:10 ആയിരുന്നു കേട്ടോ കേന്ദ്ര സംസ്ഥാന വിഹിതം. ഇപ്പോൾ 60% കേന്ദ്രവും 40% സംസ്ഥാന വിഹിതമാണ്. പക്ഷേ ഇതിൽ നിന്ന് ഉൾപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് അതായത് 90:10% നിലവിൽ ഉള്ള സംസ്ഥാനങ്ങളും ഉണ്ട്. ഏതൊക്കെയാണ്? അതോടൊന്ന് അറിഞ്ഞിരിക്കണം. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഈ VBG റാംജി നിയമത്തിലും 90:10%. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ 60:40 ആണ്. 40% സംസ്ഥാനവും 60% കേന്ദ്ര സർക്കാരുമാണ്. ഇനി അതുപോലെ തന്നെ ഈ ഒരു തൊഴിൽ ദിനങ്ങൾ എന്നുള്ളത് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായിട്ട് മാറ്റിയിട്ടുണ്ട് പ്രതിവർഷം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ തന്നെ തൊഴിൽ കണ്ടെത്തി കൊടുക്കണം. തൊഴിൽ കണ്ടെത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തൊഴിലില്ലായ്മ വേതനം സംസ്ഥാന സർക്കാരാണ് ആൾക്കാർക്ക് കൊടുക്കേണ്ടത് കേട്ടോ. തൊഴിലില്ലായ്മ വേതനം സംസ്ഥാന സർക്കാരാണ് കൊടുക്കേണ്ടത് ജോലി കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ. ക്ലിയർ ആണ്. VBG റാംജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2026 എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിന് മുൻപേ നമ്മൾ 2 ദിവസങ്ങളായിട്ട് ചെയ്തിട്ടുള്ള ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിന്റെ 2 ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകളിലൂടെ നിങ്ങൾ കണ്ടിട്ടേ നാളത്തെ പരീക്ഷയ്ക്ക് പോകാവൂ. അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ക്ലാസ്സുകളിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പം ഇതിനു മുമ്പേ ചെയ്ത 2 ക്ലാസ്സുകളൂടെ നിങ്ങൾ കാണണം, കണ്ടിട്ടേ പോകാവൂ. ആ ക്ലാസ്സിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് 2026 എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മടിയാണെങ്കിൽ എന്താണ് ഹൈപ്പ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക. ഹൈപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു സപ്പോർട്ടായിരിക്കും കിട്ടുന്നത്. ഹൈപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്താണ് വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു ഓൾ. നാളത്തെ പരീക്ഷയ്ക്ക് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.
എല്ലാവർക്കും നാളത്തെ പരീക്ഷ എഴുതുന്ന WCPO CPO പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.